ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓരോ ഇടവേളയിലും CPM BJP വോട്ട് കച്ചവടത്തിന്റെ ഓരോ കഥകൾ പുറത്തു വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾക്ക് കൂടുതൽ ആധികാരികതയുണ്ട്. എങ്ങനെ വോട്ടുകൾ കച്ചവടം ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോഴേക്കും ആരെങ്കിലും വോട്ട് മാറ്റിക്കുത്തുമോ എന്നൊക്കെ സംശയം ചോദിക്കുന്നവർക്ക് കൃത്യമായ തെളിവുകളുമുണ്ട് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ തന്നെ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചെല്ലമംഗലം, പൗടിക്കോണം, ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ഈ 3 വാർഡുകളിലും മത്സരിച്ചിരുന്ന CPM സ്ഥാനാർത്ഥികൾ സ്വതവേ ദുർബലരായിരുന്നുവെന്നും അതുവഴി BJPക്ക് വിജയം നേടിക്കൊടുത്തുവെന്നും തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP കടകംപള്ളി സുരേന്ദ്രന് വേണ്ടി പ്രചരണം ചെയ്തു എന്നും മറ്റും പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. ഒരു ആരോപണം ദുർബലമാകുന്നത് ആരെങ്കിലും പാർട്ടി വിട്ട് പഴയ പാർട്ടിയെ പറ്റി ഒരു ആരോപണം നടത്തുമ്പോഴാണ്. ഇവിടെ അതല്ല സ്ഥിതി. ആരോപണം നടത്തിയവർ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നു. ഈ ഒരു നയം സ്വീകരിച്ചാൽ പാർട്ടിയുടെ അടിത്തറ ദുർബലമാകും എന്ന് പറഞ്ഞ് അവിടെ തന്നെ വിമതരായി മത്സരിച്ച് അവരുടെ കഴിവ് തെളിയിച്ച് ആ പാർട്ടിക്ക് വീണ്ടും അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ വിമതർ ശ്രമിക്കുന്നത്. BJP CPM വോട്ട് കച്ചവടം സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയാൽ എന്താ സംഭവിക്കുക? VD സതീശൻ പറയുന്നത് പോലെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഇത്തവണ UDFന് വോട്ട് ചെയ്യും. നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടല്ല, കമ്മ്യൂണിസം ഇവിടെ അവസാനിക്കാതിരിക്കുക. ഓർത്തെടുക്കേണ്ടതല്ല, ഇല്ലെങ്കിൽ ഇതിലും വലുത് നമ്മൾ കാണേണ്ടി വരില്ലേ?